വെൽക്കം ടു ഇതിഹാസ് അക്കാഡമി. ഇതിഹാസ് അക്കാഡമിയുടെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണിംഗ് തിയറീസ് ആണ്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. സെറ്റ് സൈക്കോളജി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠന സിദ്ധാന്തങ്ങൾ അഥവാ ലേണിംഗ് തിയറീസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് പഠന സിദ്ധാന്തങ്ങൾ എന്താണെന്ന് നോക്കാം. ദ ലേണിംഗ് തിയറീസ് ആർ ദ ഫ്രെയിംവർക്ക് ദാറ്റ് എക്സ്പ്ലെയിൻ ഹൗ പീപ്പിൾ അക്വയർ ആൻഡ് റിട്ടേൺ ദ നോളജ്. They provide systematic way to understanding how individual process and respond to new information. അപ്പോൾ നമ്മൾ പഠന സിദ്ധാന്തങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് എങ്ങനെയാണ് കുട്ടികൾ പുതിയ അറിവിനെ സ്വാംശീകരിക്കുന്നത്, അക്വയർ ചെയ്യുന്നത്, അവരുടെ ബ്രെയിനിൽ റിട്ടേണിങ് ദ നോളജ്. അപ്പോൾ അറിവിനെ എങ്ങനെ അവർ സ്വയക്തമാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പഠിക്കുന്നത്. ദേ പ്രൊവൈഡ് സിസ്റ്റമാറ്റിക് വേ ടു അണ്ടർസ്റ്റാൻഡിങ് ഹൗ ഇൻഡിവിജ്വൽ പ്രോസസ് റെസ്പോണ്ട് ടു ന്യൂ പുതിയ ഇൻഫർമേഷനോട് അവരെങ്ങനെ റെസ്പോണ്ടിങ് ചെയ്യുന്നു എന്ന് വെച്ചാൽ പുതിയ ഇൻഫർമേഷൻ ഹിയർ മീൻസ് സം നോളജ്. ഓക്കെ, ഈ പുതിയ അറിവിനെ അവരെങ്ങനെ അവരുടെ നിലവിലുള്ള അറിവിലേക്ക് കൂട്ടിച്ചേർക്കുന്നു അല്ലെങ്കിൽ സ്വാംശീകരിക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് വേ ടു അണ്ടർസ്റ്റാൻഡിങ് ഇൻഡിവിജ്വൽസ്, അങ്ങനെ വളരെ വ്യക്തമായിട്ട് ഒരു വഴിയിലൂടെ അവർക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ അർത്ഥമാക്കുന്നത് എങ്ങനെ സിസ്റ്റമാറ്റിക് വേ ഓഫ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സ്. അവിടെ അതാണ് അർത്ഥമാക്കുന്നത്. നമുക്ക് വളരെ ചിട്ടയോടുകൂടി കുട്ടികൾ എങ്ങനെ വ്യക്തമായി തന്നെ ഈ ഒരു അറിവിനെ മനസ്സിലാക്കുന്നതൊക്കെ എന്ന പ്രക്രിയ നമ്മളിവിടെ പഠിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലേണിംഗ് തിയറീസിനെയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. തോണ്ടേക്കിൻ്റെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകളാണ് ഈ പറയുന്നവരൊക്കെ തന്നെ. അപ്പോൾ ഇവരൊക്കെയാണ് ഞാനിപ്പോൾ പരിചയപ്പെടാൻ പോകുന്ന പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകളാണ്. ഇവരെല്ലാമാണ് മെയിൻലി ഈ ലേണിംഗ് തിയറീസിനെ കൊണ്ടുവന്നത്. അവരിൽ പ്രധാനികളായിട്ടുള്ള എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റുകളാണ് തോണ്ടേക്ക്, പാവ്ലോവ്, സ്കിന്നർ, കട്ട്ലവിൻ, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി, എസുബൽ, ഗാഗ്നെ. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാൻ പോകുന്ന തിയറി, ഇപ്പം ഞാൻ തോണ്ടേക്ക്, പാവ്ലോവ്, സ്കിന്നർ, ഈ മൂന്ന് വ്യക്തികളെ നമുക്ക് മെയിൻലി ബിഹേവിയറിസ്റ്റ് എഡ്യൂക്കേഷണൽ തിയറിസ്റ്റുകളാണ്, അല്ലെങ്കിൽ ബിഹേവിയറിസം എന്നറിയപ്പെടുന്ന ലേണിംഗ് തിയറിയുടെ വക്താക്കന്മാരാണ് തോണ്ടേക്ക്, പാവ്ലോവ്, സ്കിന്നർ എന്നിവർ. അപ്പോൾ ഇവരാണ് ഈ ബിഹേവിയറിസം എന്നറിയപ്പെടുന്നൊരു തിയറി കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണെന്ന് പറഞ്ഞല്ലോ, തോണ്ടേക്ക്, പാവ്ലോവ്, സ്കിന്നർ, ഇവർ ബിഹേവിയറിസ്റ്റ് തിയറി കൊണ്ടുവന്നവരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണിംഗ് തിയറിയാണ് ബിഹേവിയറിസം. ഓക്കെ, അപ്പോൾ തിയറീസ് ഓഫ് ലേണിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുന്ന തിയറികൾ ഏതൊക്കെ? അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിസ്റ്റുകളെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. ഇനി ബിഹേവിയറിസം, കോഗ്നിറ്റീവ് തിയറീസ്, സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് തിയറീസ്, ഇങ്ങനെ മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികളാണ് തിയറീസ് ഓഫ് ലേണിങ്ങിലുള്ളത്. അവിടെ നമ്മൾ ഫസ്റ്റ്ലി പരിചയപ്പെടാൻ പോകുന്ന ആരെയാണ്? ബിഹേവിയറിസ്റ്റ് തിയറിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് ബിഹേവിയറിസ്റ്റ് തിയറി. ഫസ്റ്റ് ഓഫ് ഓൾ ദ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ ഓഫ് ദ ബോൺ തിയറി, ഓപ്പറൻറ്റ് കണ്ടീഷനിങ്ങിൻ്റെ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസുകൾ ബിഹേവിയർ അഥവാ വ്യവഹാര സിദ്ധാന്തങ്ങളുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ട്രയൽ ആൻഡ് എറർ തിയറി, ഓപ്പറൻറ്റ് കണ്ടീഷൻ എന്നിങ്ങനെ 3 തരത്തിൽ. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു മീൻ ബൈ ബിഹേവിയറിസം? ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേണിംഗ് തിയറിയാണ് ബിഹേവിയറിസം. ഇനി നമുക്ക് എന്താണ് ഈ ബിഹേവിയറിസ്റ്റ് തിയറി എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പരിചയപ്പെടുത്തും. ദ ഫാദർ ഓഫ് ബിഹേവിയറിസം, ദാറ്റ് ഈസ് ബൈ ജെബി വാട്സൺ. അപ്പോൾ ബിഹേവിയറിസത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ജെബി വാട്സൺ ആണ്. ഇൻ ദിസ് തിയറി ദാറ്റ് ദ ഹ്യൂമൻ ഓർ ആനിമൽ ബിഹേവിയർ ക്യാൻ ബി അക്യുറേറ്റ്ലി സ്റ്റഡീഡ് ഓൺലി ത്രൂ ദ എക്സാമിനേഷൻ ആൻഡ് അനലൈസ് ഓഫ് ദ ഒബ്ജക്റ്റീവ്ലി ഒബ്സർവബിൾ ആൻഡ് ക്വാണ്ടിറ്റബിൾ ബിഹേവിയർ ഈവൻറ്റ് ഇൻ കോൺട്രാസ്റ്റ് വിത്ത് ദ സബ്ജക്റ്റീവ് മെൻ്റൽ സ്റ്റേറ്റ്സ്. Behaviorism only the concern with observable stimulus response behavior as they can be studied in a systematic and observable manner. Learning is connection between stimulus and response. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്ന പഠന സിദ്ധാന്തം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് കുട്ടികളെ ഈ ബിഹേവിയറിസ്റ്റ് തിയറി എന്നറിയപ്പെടുന്നത്. ബിഹേവിയറിസ്റ്റ് തിയറി എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നത് വേറൊന്നുമില്ല, ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഇവിടെ നമ്മൾ സ്റ്റിമുലസും റെസ്പോൺസുകളും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു. എന്ന് വെച്ചാൽ ഈ ബിഹേവിയറിസ്റ്റ് തിയറിസ്റ്റുകൾ അവരുടെ ഒരു സിദ്ധാന്തത്തിൽ അർത്ഥമാക്കുന്നു നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയെടുക്കുക, നമ്മുടെ പരിസ്ഥിതിയിൽ നിന്ന്, നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ് ആണെങ്കിൽ നമ്മൾ പരിസ്ഥിതിയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ കുട്ടികളെ ഒരു ഉദാഹരണത്തിലൂടെയോ അല്ലെങ്കിൽ അവരെന്താണ് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നത്. അനലൈസ് ഒബ്ജക്റ്റീവ് ഒബ്സർവബിൾ ആൻഡ് ക്വാണ്ടിറ്റബിൾ ബിഹേവിയർ ഈവൻസ്. അപ്പോൾ ബിഹേവിയർ ഈവൻസുകൾ അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബിഹേവിയറിസം ഈസ് ഓൺലി കൺസിഡർ ഒബ്സർവബിൾ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് ബിഹേവിയർ. ഇവിടെ അല്ലെങ്കിൽ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള ചോദക പ്രതികരണങ്ങൾ തമ്മിലുള്ള പഠനത്തെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയുമാണ്. അവർ എങ്ങനെയാണോ അവരുടെ ഒരു വ്യക്തിയുടെ ഒരു പെരുമാറ്റം എടുക്കും. ഇപ്പോൾ ഒരു കുട്ടിയുടെ പെരുമാറ്റം എടുക്കുകയാണെങ്കിൽ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരുപാട് ജീവികളിലൊക്കെയാണ് നമ്മൾ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്.
അപ്പോൾ ജീവികളുടെ പരീക്ഷണങ്ങളിലൊക്കെ തന്നെ പെരുമാറ്റങ്ങൾ സംഭവങ്ങളുടെ നമ്മൾ പരിശോധനയിലൂടെയും വിശകലനത്തിലൂടെയും മാത്രമേ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും അടക്കമുള്ളവരുടെ കൃത്യമായ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസുകൾ പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഇവിടെ നമ്മൾ പരീക്ഷണങ്ങളാണല്ലോ നടത്തിയിട്ടുള്ള എക്സാമിനേഷൻസുകൾ, നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നിരീക്ഷണങ്ങളിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, അവരുടെ റെസ്പോൺസ് എന്ന് വെച്ചാൽ അവരുടെ ബിഹേവിയർ വി അണ്ടർസ്റ്റാൻഡിങ്, അവരുടെ പെരുമാറ്റം, അതാണ് ബിഹേവിയർസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ബിഹേവിയർസ് ഓൺലി കൺസേൺ വിത്ത് ഒബ്സർവ് സ്റ്റിമുലസ് റെസ്പോൺസ് ബിഹേവിയർസ് ആസ് ദേ ക്യാൻ സ്റ്റഡീഡ് ഇൻ ദ സിസ്റ്റമാറ്റിക് ഒബ്സർവർ മാനർ ലേണിംഗ് ഈസ് കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ്. അപ്പോൾ പഠനം എന്ന് പറയുന്നത് എന്താണ്? ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഇവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടുള്ള ഒരൊറ്റ കാര്യം, നമ്മൾ അനലൈസ് ഒബ്ജക്റ്റിവിറ്റി, ഒബ്സർവബിൾ ആൻഡ് ക്വാണ്ടിറ്റബിൾ ബിഹേവിയറൽ ഈവൻസ്. ഓക്കെ, ദെൻ ഇനി ഇമ്പോർട്ടൻറ്റ് ബിഹേവിയറിസ്റ്റ് തിയറികൾ ഏതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പാവ്ലോവ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, തോണ്ടേക്ക് തിയറി ഓഫ് കണക്റ്റിനിസം നിങ്ങൾ ബോണ്ട് തിയറി അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ തിയറി കേട്ടോ, തോണ്ടേക്കിൻ്റെ. ദെൻ സ്കിന്നർ തിയറി ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസുകളാണുള്ളത്. ഫസ്റ്റ് പാവ്ലോവ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, തോണ്ടേക്ക് തിയറി ഓഫ് കണക്റ്റിനിസം. എപ്പോഴും പലർക്കും തെറ്റാനൊക്കെ ചാൻസ് ഉള്ളതാണ്. ഒരുപാട് തിയറി കിടക്കുമ്പോൾ നമ്മൾ ഇതാണ് അതാണെന്ന് പഠിക്കും. പക്ഷെ നമ്മൾ ബിഹേവിയറിസ്റ്റ് തിയറിയിൽ ഈ 3 പേരുകളാണ് വരുന്നത്. സോ പാവ്ലോവ് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, തോണ്ടേക്ക് തിയറി ഓഫ് കണക്റ്റിനിസം, ഇല്ലെങ്കിൽ ദിസ് തിയറി ഈസ് ഓൾസോ വി നോൺ ആസ് ട്രയൽ ആൻഡ് എറർ തിയറി. അപ്പോൾ ഏത് തിയറിയാണ് കുട്ടികളെ? നമ്മൾ കണക്റ്റിനിസം എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റൊരു തിയറിയാണ് ട്രയൽ ആൻഡ് എറർ എന്നറിയപ്പെടുന്നത് തോണ്ടേക്കിൻ്റെ തിയറിയാണ്. പിന്നെ സ്കിന്നർ തിയറി ഓഫ് ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. ഇങ്ങനെ 3 തിയറികളാണ് ബിഹേവിയറിസ്റ്റ് തിയറിയിൽ വരുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയിലേക്ക് കടക്കാണ്. ഡിസ്കവേർഡ് ബൈ റഷ്യൻ സൈക്കോളജിസ്റ്റ് ഇവാൻ പാവ്ലോവ്. സോ ഇവാൻ പാവ്ലോവ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി കൊണ്ടുവന്നത്. നോൺ ആസ് പാവ്ലോവിൻ കണ്ടീഷനിങ് എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് ടാപ്പ് ഓഫ് ദ അൺകോൺഷ്യസ് ഓർ ദ ഓട്ടോമാറ്റിക് ലേണിംഗ്, ആൾസോ നോൺ ആസ് ദ അൺകോൺഷ്യസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ലേണിംഗ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ ലേണിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരെന്തൊക്കെയാണ് നമുക്ക് നോക്കാം കുട്ടികളെ. റെസ്പോണ്ടൻറ്റ് കണ്ടീഷനിങ്, കണ്ടീഷൻഡ് റെസ്പോണ്ട്, എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്നൊക്കെ അറിയപ്പെടുന്നു. അഥവാ ക്ലാസിക്കൽ കണ്ടീഷണൽ തിയറി കൊണ്ടുവന്ന ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആയിരുന്ന ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് ആയിരുന്നു കുട്ടികളെ. ഈ തിയറിയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ ഈ തിയറിയെ വിളിക്കുന്ന പേര്. ഇറ്റ് ഈസ് നോട്ട് എ വോളണ്ടറി തിയറി, ഇറ്റ് ഈസ് എ റിഫ്ലക്റ്റീവ് എന്ന് വെച്ചാൽ ഇതൊരു വോളണ്ടറി എന്ന് വെച്ചാൽ ഇച്ഛാതീത പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. ദിസ് തിയറി ഈസ് ഓൾസോ കണക്റ്റഡ് വിത്ത് റിഫ്ലക്റ്റീവ് എന്ന് വെച്ചാൽ ഇത് ഇച്ഛാധീനമല്ല. ഇറ്റ് ഈസ് നോട്ട് എ വോളണ്ടറി, ഇറ്റ് ഈസ് എ റിഫ്ലക്റ്റീവ് പ്രവർത്തനങ്ങൾ, ഡൂയിങ്സുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു തിയറിയാണ് എന്തെന്നറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് ദ ക്ലാസിക്കൽ കണ്ടീഷൻ. അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഞാൻ. എന്താണ് ഈ റിഫ്ലക്സീവ് പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെ ദിസ് തിയറി ഈസ് ഓൾസോ എസ് ടൈപ്പ് കണ്ടീഷനിങ്, റെസ്പോണ്ടിങ് കണ്ടീഷൻഡ് റെസ്പോണ്ടിൻ്റെ കണ്ടീഷനിങ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തിയറിയാണ് കുട്ടികളെ? നമ്മുടെ ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയാണ് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ. സോ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ക്ലാസിക്കൽ കണ്ടീഷനെ കുറിച്ചിട്ടായിരുന്നു. ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരെന്ന് പറഞ്ഞത് ഞങ്ങൾ ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് ആയിരുന്നു. ഹി വാസ് എ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള റഷ്യൻ ഫിസിയോളജിസ്റ്റ് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് സ്റ്റിമുലസ് റെസ്പോൺസ് കണ്ടീഷനെ കുറിച്ച് ആദ്യമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റഡി നടത്തിയിരുന്നതും ആരായിരുന്നു? ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് ആയിരുന്നു. ദാറ്റ് ഈസ് വൈ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറിയെ, ഈ ലേണിംഗ് തിയറി വിളിക്കുന്ന പേര് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നതിന് തന്നെ കാര്യം. ഓക്കെ ആണല്ലോ. നോൺ ആസ് ദ പാവ്ലോവിൻ കണ്ടീഷനിങ് എന്ന് അറിയപ്പെടുന്നു. എന്ന് വെച്ചാൽ ലേണിംഗ് തിയറി രംഗത്തേക്ക്, ബിഹേവിയറിസ്റ്റ് തിയറി രംഗത്തേക്ക് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള അപ്രോച്ചുമായിട്ട് രംഗത്ത് വന്നത് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് വൈ ഹിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ദ എസ് ടൈപ്പ് തിയറി. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ എസ് ടൈപ്പ് കണ്ടീഷനിങ് എന്നും എസ് ടൈപ്പ് അനുബന്ധം കണ്ടീഷനിങ് എന്നും ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നും അറിയപ്പെടുന്നു. സോ അപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഡിസ്കവേർഡ് ബൈ ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ്, നോൺ ആസ് ദ പാവ്ലോവിൻ കണ്ടീഷനിങ്. ദിസ് തിയറി ഈസ് ഓൾസോ നോൺ ആസ് ദ എന്തുകൊണ്ടാണ് ഇതിനെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് അറിയപ്പെടുന്നു എന്ന് വെച്ചാൽ സ്റ്റിമുലസ് റെസ്പോൺസിങ് രംഗത്ത് എന്ന് വെച്ചാൽ പഠനത്തിന് സ്റ്റിമുലസും റെസ്പോൺസും വളരെ പ്രാധാന്യമാണ് എന്ന് പറഞ്ഞ് ഒരു ആദ്യമായിട്ടൊരു തിയറി കൊണ്ടുവന്നത് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് വൈ അതുകൊണ്ടാണ് ഈ ഒരു തിയറി നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലായല്ലോ.
ഓക്കെ ദെൻ ലെവൻ പെട്രോവിച്ച് പാവ്ലോവിനെ കുറിച്ചിട്ട് പറയുകയാണ്. ലെവൻ പെട്രോവിച്ച് പാവ്ലോവ് വാസ് ബോൺ ഓൺ 1849. ഹിസ് ഡാഡ് 1936 ഇൻ ദ റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആൻഡ് ആൾസോ സൈക്കോളജിസ്റ്റ്. ഈ പ്രൊപ്പോണ്ടഡ് ദ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി. അദ്ദേഹമാണ് ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി ഈസ് ഇൻ 1903 ഈ ഒരു തിയറി ഇദ്ദേഹം കൊണ്ടുവന്നത്. ദ മെയിൻ ഇൻട്രസ്റ്റ് ഓഫ് ദ പാവ്ലോവ് വാസ് ദ സ്റ്റഡി ഓഫ് ഗ്യാസ്ട്രിക് സീക്രട്ടേഷൻ ഓഫ് ദ ഡോഗ്. അദ്ദേഹം യഥാർത്ഥത്തിൽ പഠനം നടത്താൻ ഉദ്ദേശിച്ചത് ഈ നായ്ക്കളുടെ ദഹനേന്ദ്രിയ വ്യവസ്ഥയെക്കുറിച്ച്, ദഹന സമ്പ്രദായത്തെക്കുറിച്ചും മറ്റുമൊക്കെ തന്നെ ഒരു ഗ്യാസ്ട്രിക് സീക്രട്ടേഷൻ ഓഫ് ദ ഡോഗിനെ കുറിച്ചിട്ടായിരുന്നു പഠിക്കാൻ ശ്രമിച്ചത്, സ്റ്റഡീസ് നടത്താൻ ശ്രമിച്ചിരുന്നത് ഫസ്റ്റ്ലി. ഈ ഓൺ ദ നോബൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൺ ദ നോബൽ പ്രൈസ് ഓൺ ഹിസ് വർക്ക് ഓൺ ദ ഡൈജസ്റ്റിക് പ്രോസസ് ഇൻ 1904 അദ്ദേഹത്തിന് ഡൈജസ്റ്റിക് പ്രോസസ്സിൽ ഒരു എന്താ പറയുന്നത് നോബൽ പ്രൈസ് അദ്ദേഹത്തിന് ലഭ്യമാവുകയുണ്ടായിട്ടുണ്ട്. ഈ ഓൺ ദ നോബൽ പ്രൈസ് ഫോർ ഹിസ് വർക്ക് ഓൺ ഡൈജസ്റ്റീവ് പ്രോസസ് എന്നറിയപ്പെടുന്ന ഒരു വർക്കിന് അദ്ദേഹത്തെ എന്ത് ചെയ്തു, ഈ ഒരു നോബൽ പ്രൈസ് ലഭ്യമായി. മനസ്സിലായല്ലോ, അദ്ദേഹമായിരുന്നു ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു തിയറിയുടെ ഭാഗമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എക്സ്പെരിമെൻറ്റേഷൻ ഓൾറെഡി നിങ്ങൾക്കറിയാം അല്ലേ. ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയുടെ എക്സ്പെരിമെൻറ്റേഷനൊക്കെ നമുക്ക് ഇനി വിശദമാക്കേണ്ടത് ആവശ്യമില്ല. ഇവിടെ നമ്മൾ മെയിൻലി പഠിച്ചിരിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി എന്ന് പറഞ്ഞു, ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ദ യൂസ് ആൻഡ് CS. യൂസ് എന്ന് വെച്ചാൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും, കണ്ടീഷൻഡ് സ്റ്റിമുലസാണ് CS എന്നറിയപ്പെടുന്നത്. യൂസ് എന്ന് വെച്ചാൽ അൺകണ്ടീഷൻഡ് അല്ലെങ്കിൽ അനുബന്ധനത്തിന് മുമ്പുള്ള ചോദന. മനസ്സിലായത്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് വെച്ചാൽ അനുബന്ധനത്തിന്. അപ്പം കണ്ടീഷൻ ഇവിടെ അതാണ്, അനുബന്ധനമാണ് നമുക്കിവിടെ പ്രാധാന്യം എന്ന് പറയുന്നത്. കണ്ടീഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ഇവിടെ എന്താ അർത്ഥമാക്കുന്ന ഒരു അതായത് ലേണിംഗ് തിയറി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഇവിടെ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി എന്ന് പറയുമ്പോൾ അനുബന്ധനത്തിന് വിധേയമാകും. അതായത് അനുബന്ധനം എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ഞങ്ങൾ ഓൾറെഡി ഒരു എക്സ്പെരിമെൻറ്റേഷൻ ഓൾറെഡി നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ആ എക്സ്പെരിമെൻറ്റേഷനാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു ബിഫോർ ദ അതായത് നമ്മൾ കണ്ടീഷൻഡിന് മുമ്പ് നമുക്കിവിടെ എന്താ അർത്ഥമാക്കുന്നത്, ഈ ഡോഗിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കുക അല്ലേ, ഡോഗിൻ്റെ റെസ്പോൺസ് മനസ്സിലാക്കുക. റെസ്പോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസിനനുസരിച്ച് അവർ റെസ്പോൺസ് ചെയ്യാൻ അവർ മനസ്സിലാക്കുക. ഇവിടെ സലൈവ വരുത്താൻ നമ്മൾ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പെരിമെൻറ്റേഷൻ്റെ ഫലമായി dog learned the saliva at the sound of the bell. The establishment of this view and then artificial conditioned in the establishment of the stimulus. എന്ന് വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് കൊടുത്തുകൊണ്ട് അവരിൽ നിന്നും ഒരു റെസ്പോൺസ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ അവിടെ ഒരു ഫുഡ് എന്ന് പറയുന്നത് ഇവിടെ ബിഫോർ കണ്ടീഷനിങ് ആണ്. ബിഫോർ കണ്ടീഷൻ എന്ന് വെച്ചാൽ അനുബന്ധനത്തിന് മുമ്പുള്ള ചോദകമാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഫുഡ് കാണിക്കുമ്പോൾ തന്നെ ഡോഗ് റെസ്പോണ്ട് ചെയ്യുകയാണ്. അൺകണ്ടീഷൻഡ് റെസ്പോണ്ടാണ് ഇവിടെ സലൈവ എന്ന് പറയുന്നത് ബിഫോർ കണ്ടീഷനിങ്. അപ്പോൾ ബിഫോർ കണ്ടീഷനിങ് സമയത്ത് തന്നെ നമ്മൾ ബെല്ലും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസും കൂടി നമ്മൾ കൊടുക്കുകയാണ്. നാച്ചുറൽ സ്റ്റിമുലസ് ഇതേ സമയത്ത് തന്നെ നമ്മൾ പ്രൊവൈഡഡ് ദാം. ബട്ട് ആ സമയത്ത് നോ സാൽവേഷൻ, നോ കണ്ടീഷൻ. കാര്യം ഇവിടെ കണ്ടീഷന് വിധേയമായിട്ടില്ല അല്ലേ. അപ്പോൾ ഈ ബെല്ലും ഫുഡും തമ്മിൽ കണ്ടീഷൻ്റെ വിധേയമായിട്ടില്ല. ദാറ്റ് ഈസ് വൈ ഇവിടെ നോ റെസ്പോൺസ്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ ഡ്യൂറിങ് ദ അതായത് അനുബന്ധനം എപ്പോഴാണോ നടക്കുന്നത് നിങ്ങൾക്കറിയോ, ബെൽ ആൻഡ് ഫുഡ്. ഈ ബെല്ലും ഫുഡും ഓരോ സമയം നമ്മൾ കണ്ടീഷന് വിധേയമാക്കുകയാണ് ചെയ്തത്. ഡ്യൂറിങ് ദ കണ്ടീഷന് വിധേയമാക്കുമ്പോഴത്തേക്ക് ബെൽ പ്ലസ് ഫുഡ് കാണിക്കുന്നതിനോടൊപ്പം തന്നെ ബെല്ലും നമ്മൾ റിങ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഡ്യൂറിങ് ദാറ്റ് ടൈം ദ സാൽവേഷൻ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നു അല്ലേ. അപ്പോൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് സാൽവേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. ഇവിടെയും നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് വരുന്നത്. ഒരുമിച്ച് വരുമ്പോഴത്തേക്കും അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഈ ഫുഡ് കാണിക്കാതെ തന്നെ ഒരു എന്താ പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് അവനിൽ നിന്ന് ഉണ്ടാവണം അല്ലേ. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് കാണിക്കുമ്പോൾ തന്നെ അവനിൽ നിന്ന് നാച്ചുറൽ ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കണം. ഇതാണ് നമുക്ക് വേണ്ടി ആഫ്റ്റർ കണ്ടീഷൻ. അപ്പോൾ ഇവ തമ്മിൽ ഈ ഫുഡും ബെല്ലും നമ്മൾ കണ്ടീഷന് വിധേയമായിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ് ദ ബെൽ അല്ലെങ്കിൽ കണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താ, കണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ബെല്ലാണ്. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ സലൈവയാണ്. മനസ്സിലല്ല. അതായത് നമുക്കിവിടെ ഒരു ഫുഡ് കാണിക്കാതെ തന്നെ ഒരുപാട്, അതായത് ഇവിടെ നമ്മൾ എന്താ പറയുന്നത് നിരവധി തവണ നമ്മൾ ആവർത്തിച്ചു ഈ ഒരു പ്രോസസ്സിങ്. അങ്ങനെ ആവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഫുഡ് കാണിച്ചില്ലെങ്കിൽ കൂടി ബെല്ല് കാണിക്കുമ്പോൾ തന്നെ ബെല്ലിൻ്റെ റിങ് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ, അതായത് ഈ ഫുഡും ബെല്ലും നമ്മൾ കണ്ടീഷന് വിധേയമായി ബെല്ല് കാണിക്കുമ്പോൾ ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഡോഗ് എന്ത് ചെയ്യും, നാച്ചുറലി എന്ത് ചെയ്യുന്നു, റെസ്പോൺസ് ചെയ്യാൻ പഠിക്കുന്നു. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ കുട്ടികളെ നിങ്ങൾക്ക്. അപ്പോൾ ബിഫോർ കണ്ടീഷനിങ്
ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കണ്ടീഷന് വിധേയമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഫോർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ പിന്നെ അൺകണ്ടീഷണൽ സ്റ്റിമുലസ് എന്താണ്? ഫുഡാണ്. അൺകണ്ടീഷണൽ റെസ്പോൺസ് സലൈവ തന്നെയാണ്. അപ്പോൾ അവിടെ സലൈവ ഉണ്ടാവാറുണ്ട്, നമ്മൾ ബെല്ലടിക്കും. പക്ഷേ ബെല്ല് പിന്നെ ഇടയ്ക്ക് ബെല്ലടിച്ചു. ബിഫോർ കണ്ടീഷനിങ് സമയത്ത് ബെല്ലടിച്ചപ്പോൾ അതിൽ നിന്ന് സലൈവ ഉണ്ടായ, ബെല്ല് മാത്രം കൊടുത്തു, സലൈവ ഉണ്ടായ സെക്കൻഡ് പിക്ചറിലേക്ക് നിങ്ങൾ നോക്കിയേ, ഉണ്ടായില്ല. അവിടെ നമുക്ക് സലൈവ വന്നില്ല. ഇനി നമ്മൾ ഒരുമിച്ച് കൊടുത്തപ്പോഴത്തേക്കും ഫുഡ് കണ്ടിട്ടാവാം നായ എന്ത് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. ബട്ട് അതല്ല വേണ്ടിയിട്ടുള്ളത്. നമുക്ക് ഈ നാച്ചുറൽ ആയിട്ടുള്ള ബെല്ല് കൊടുക്കുമ്പോൾ തന്നെ അവൻ അതായത് കണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവന് നാച്ചുറലി റെസ്പോൺസ് അവനിൽ നിന്ന് അവന് ഉണ്ടാവണം. ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ തന്നെ, നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ഇവിടെ എന്താ കുട്ടികൾക്ക്? ഒരു കൃത്രിമമായ ചോദകം, ദാറ്റ് ഈസ് ദ ബെൽ. വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ ഒരു എക്സ്പെരിമെൻറ്റേഷനിൽ നിന്ന്, ആ എക്സ്പെരിമെൻറ്റേഷൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഇൻ ദിസ് എക്സ്പെരിമെൻറ്റ് ദ ഡോഗ് ലേൺ ടു സലൈവ, നായ സലൈവ വരുത്താൻ പഠിക്കുന്നു. അറ്റ് ദ സൗണ്ട് ഓഫ് എന്ത് കേൾക്കുമ്പോൾ? അറ്റ് ദ സൗണ്ട് ഓഫ് ദ ബെല്ല് കേൾക്കുമ്പോൾ തന്നെ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ന്യൂ ആർട്ടിഫിഷ്യൽ കണ്ടീഷൻ ഈസ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ സ്റ്റിമുലസ്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ചോദകത്തിൻ്റെ ഫലമായി, ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റിമുലസിൻ്റെ ഫലമായി തന്നെ, ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്റ്റിമുലസ് എന്താ കുട്ടികളെ? ദാറ്റ് ഈസ് ദ ബെൽ. ബെൽ റിങ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഡോഗ് എന്ത് ചെയ്യുന്നു? റെസ്പോണ്ട് ചെയ്യാൻ, നാച്ചുറൽ റെസ്പോൺസ് ഉണ്ടാവാൻ പഠിക്കുന്നു. മനസ്സിലായല്ലോ? ഇതായിരുന്നു ഈ ഒരു എക്സ്പെരിമെൻറ്റേഷനിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം, ബിഫോർ കണ്ടീഷനിങ് എന്ന് പറയുന്നത് എന്താ? അനുബന്ധനത്തിന് മുമ്പുള്ള ചോദകം. ദാറ്റ് ഈസ് എന്താ? അത് അനുബന്ധനം ചെയ്യാത്ത ചോദകം. അനുബന്ധനത്തിന് മുമ്പെന്ന് വെച്ചാൽ അനുബന്ധനം ചെയ്തോ? കണ്ടീഷൻ 2 ആയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താ? US ആണ്. US എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, അനുബന്ധം ചെയ്യാത്ത ചോദകം. അതായത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ സലൈവ എന്ന് പറയുന്നത് അൺകണ്ടീഷനോ സലൈവേഷൻ. പിന്നെ സെക്കൻഡ് കണ്ടീഷൻ നമ്മൾ വരുന്നത് ബെൽ റിങ്ങിങ്. അത് നാച്ചുറൽ സ്റ്റിമുലസ് നമ്മൾ കാണിക്കുകയാണ് ബെല്ലെന്ന് പറയുന്നത്. അവിടെ നോ സാൽവേഷൻ. അത് മനസ്സിലായത്. ഇനി കണ്ടീഷൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ? ഈ ബെല്ലും ഫുഡും നമ്മൾ ഒരുമിച്ച് ബന്ധപ്പെടും. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. ഇവിടെ ആരൊക്കെ തമ്മിൽ അനുബന്ധനത്തിന് വിധേയമായത് കുട്ടികളെ? ബെല്ലും ഫുഡും തമ്മിൽ അനുബന്ധനത്തിന് വിധേയമാവുകയും, അങ്ങനെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ബെൽ റിങ്ങിങ് ചെയ്തപ്പോൾ തന്നെ സാൽവേഷൻ അവനിൽ നിന്നും നാച്ചുറൽ റെസ്പോൺസ് അവനിൽ നിന്നും വന്നു. അപ്പോൾ UCS എന്ന് വെച്ചാൽ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. CS എന്ന് വെച്ചാൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ അനുബന്ധം ചെയ്യാത്ത ചോദകമുണ്ട്, അനുബന്ധനത്തിന് വിധേയമാകുന്ന ചോദകം. അനുബന്ധ ചോദകം എന്ന് പറയുന്നത് എന്താ കുട്ടികളെ? അല്ലെങ്കിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ബെൽ റിങ്ങിങ് അല്ലേ? കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് വെച്ചാൽ ബെൽ റിങ്, മണിയൊച്ചയാണ്. ഇനി കണ്ടീഷൻഡ് റെസ്പോൺസ് എന്താ കുട്ടികളെ? കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വെച്ചാൽ അവിടെ എന്താ അർത്ഥമാക്കുന്നത്? സലൈവയാണ്. മനസ്സിലാവുന്നില്ല? അപ്പോൾ നിങ്ങൾ US-ഉം CS-ഉം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. US, CS മനസ്സിലാവില്ല വ്യക്തമായിട്ട്? ഓക്കെ. ദെൻ ഇനി കണ്ടീഷൻഡ് ലേണിംഗ് ഇസ് ദ പ്രോസസ് വിച്ച് ദ US ആൻഡ് CS സൈമൾട്ടേനിയസ് റീഇൻഫോഴ്സ് ദ കണ്ടീഷൻഡ് റെസ്പോൺസ്. ഇനി നമ്മളിവിടെ അർത്ഥമാക്കുന്നത് എന്താണ് ഈ കണ്ടീഷൻഡ് ലേണിങ്ങും? അവിടെ വരുന്ന ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും നാച്ചുറൽ സ്റ്റിമുലസും. അപ്പോൾ എന്താണ് കുട്ടികളെ കണ്ടീഷൻഡ് ലേണിംഗ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ പ്രോസസ്, ഇതൊരു പ്രക്രിയയാണ് കുട്ടികൾ. ഇവിടെ നമ്മൾ എന്താ പറയുക, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് സ്റ്റിമുലസും ഓരോ സമയം നമ്മൾ എന്ത് ചെയ്യും? സൈമൾട്ടേനിയസ് റീഇൻഫോഴ്സ് ദ കണ്ടീഷൻ റെസ്പോൺസ്. ഒരു സമയം ശക്തിപ്പെടുത്തും. ഇത് തമ്മിൽ ചേരുമ്പോഴല്ലേ നമുക്ക് എന്തുണ്ടായത്? കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടായത്. ആരിൽ നിന്നും? ഡോഗിൽ നിന്നും. ഇത് സിംപ്ലി സ്റ്റിമുലസ് റെസ്പോൺസ്. ഇവിടെ നമ്മൾ വെറുതെ ഒന്നുമില്ല, സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ് മാത്രം ഈ അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുന്നത്. സ്റ്റഡി ദ ബേസ്ഡ് ഓഫ് ദ തിയറി ഹാബിറ്റ് ഫോർമേഷൻ. ഇവിടെ ഒന്നുമില്ല, അതായത് നമ്മൾ തുടർച്ചയായിട്ടൊരു പ്രവൃത്തി ഒരു കുട്ടിയെ കൊണ്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അതായത് ആവർത്തിച്ചിട്ടുള്ള പഠനം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവിടെ ഒരു പുതിയൊരു തിയറി നമ്മളിവിടെ ഫോം ചെയ്തു കുട്ടികൾ. ദാറ്റ് ഈസ് എ ഹാബിറ്റ് ഫോർമേഷൻ അല്ലേ? ഒരു ശീല രൂപീകരണം എന്നൊരു ഫോർമേഷൻ ഇവിടെ രൂപീകരിച്ചിട്ട് തുടർച്ചയായിട്ട് ഒരേ പ്രവൃത്തി നമ്മളെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് എക്സ്പെരിമെൻറ്റ് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ്. ഇവിടെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ഏതാ? ദാറ്റ് ഈസ് ദി ബെൽ റിങ്ങിങ്. ആൻഡ് ദ നാച്ചുറൽ സ്റ്റിമുലസ്, നാച്ചുറൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ബെൽ റിങ്ങിങ്. നാച്ചുറൽ സ്റ്റിമുലസ് വേർ ഓപ്പറേറ്റഡ് സൈമൾട്ടേനിയസ്ലി. ഇവിടെ പരീക്ഷണത്തിൽ ഒരു കൃത്രിമ ചോദകവും ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ചോദകവും തമ്മിൽ എന്ത് ചെയ്യും? നാച്ചുറൽ സ്റ്റിമുലസും ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസും തമ്മിൽ വേർ ഓപ്പറേറ്റഡ് സൈമൾട്ടേനിയസ്ലി സെവറൽ ടൈംസ്. ഇവ തമ്മിൽ അനുബന്ധനത്തിന് വിധേയമായി നിരവധി തവണ അല്ലേ? ഇത് തമ്മിൽ കൂട്ടിച്ചേർത്തു, ബന്ധിപ്പിച്ചു. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തു? ഈ ഫുഡും നമ്മുടെ ബെല്ലും കൂടെ തമ്മിൽ അനുബന്ധനത്തിന് വിധേയമായി.
ആൻഡ് ദ ഡോഗ് വാസ് കണ്ടീഷൻ റെസ്പോണ്ട് ഇൻ ദ കണ്ടസ്റ്റ്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ അതുവഴി എന്ത് ചെയ്തു, ആ നായ ഒരേ സമയം ഇവ തമ്മിൽ പ്രവർത്തിച്ചപ്പോൾ ആ നായ പ്രതികരിക്കാൻ വിധേയമായി. Thereby the perfect relationship was established between two type of quarry that were run simultaneously. അങ്ങനെ ഈ രണ്ട് തരം വ്യവസ്ഥകൾ ഒരുമിച്ച്, അനുബന്ധനങ്ങൾ ഒരുമിച്ച് ചേർത്തപ്പോൾ ഒരു പുതിയ തികഞ്ഞ ബന്ധം നമ്മളിവിടെ സ്ഥാപിച്ചെടുത്തു. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇതിലൂടെ പഠിക്കുന്ന എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസുകൾ നമുക്ക് പരിചയപ്പെടാം. ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്സ്, നമുക്ക് കുട്ടികൾക്ക് ഒരു ഒരു ഗുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. ക്ലാസിക്കൽ കണ്ടീഷൻ തിയറിയിലെ എംബസിസ് അസോസിയേഷൻ ഡിസിപ്ലിൻ ഗുഡ് ഹാബിറ്റ്സ് ലൈക്ക് ക്ലീൻനെസ്, റെസ്പെക്ട്സ് ഓഫ് ദ എൽഡേഴ്സ് ക്യാൻ ബി ഡെവലപ്പ് ഇൻ ദ സ്റ്റുഡൻസ് വിത്ത് ഹെൽപ്പ് ഓഫ് ദ തിയറി. സിമിലർലി ബാഡ് ഹാബിറ്റ്സ് ക്യാൻ ബി റിമൂവ്ഡ് ബൈ അസോസിയേറ്റിംഗ് ദം വിത്ത് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ്. ഇവിടെ നിങ്ങൾ എടുത്തേണ്ട കാര്യം, കുട്ടികളെ നമ്മൾ സ്കൂളിലാകുമ്പോഴത്തേക്കും കുട്ടികൾക്കൊരു പുതിയ ശീല രൂപീകരണം പഠിച്ചെടുക്കണം. അവരിൽ നിന്ന് ബാഡ് ഹാബിറ്റ്സ് ഒക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്തിട്ട് പുതിയ എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ അങ്ങോട്ട് റിമൂവ് ഒന്നും കഴിയത്തില്ല. നമുക്ക് കുട്ടികൾക്ക് മോട്ടിവേഷൻ, വി ക്യാൻ ഗെറ്റ് ദം മോട്ടിവേറ്റഡ്. നമുക്ക് അവർ എന്ത് ചെയ്യണം, മോട്ടിവേഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതായത് മോട്ടിവേഷൻ നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ കൊടുക്കുന്ന റിവാർഡും പണിഷ്മെൻറ്റുമാണ്. ഹെൽപ്ഫുൾ ഇൻ ലാംഗ്വേജ് ട്രെയിനിങ്. ഇനി ഇത് മാറ്റി ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഓഫ് ദിസ് തിയറി ഈസ് ടു പഠനത്തിനൊരു ഒരു ഭാഷകൾ. ഹെൽപ്ഫുൾ ഇൻ ലാംഗ്വേജ് ലേണിംഗ്. ടീച്ചർ ക്യാൻ ബി യൂട്ടിലൈസ് ദിസ് കണ്ടീഷൻ മെത്തേഡ് ഇൻ ദ ക്ലാസ് ഫോർ ടീച്ചിങ് ദ ലാംഗ്വേജ്. ചില ഭാഷാ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കുട്ടികൾക്ക് ഭാഷാ പഠനത്തിന് വളരെ അനുയോജ്യമാണ് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷൻ. കറക്റ്റ് യൂസ് ഓഫ് ദ ലാംഗ്വേജ് മേക്ക് ചൈൽഡ് കണ്ടീഷൻ ഫോർ ദ യൂസ് ഓഫ് പർട്ടിക്കുലർ ലാംഗ്വേജ്. ഒരു പ്രത്യേക ഭാഷ പഠിപ്പിക്കുമ്പോൾ ആ ഭാഷാ അധ്യാപകർക്ക് ഏറ്റവും നമ്മൾ എലിഫൻറ്റ് എന്നറിയപ്പെടുന്ന ഒരു വേർഡ് നമുക്ക് കുട്ടികൾക്ക് പഠിച്ചെടുക്കണം. ഫോർ ദർ ആർ ലോട്ട് ഓഫ് എക്സാമ്പിൾ വി പ്രൂവ് ഹിയർ ദിസ് തിയറി. ഈ ഒരു പ്രോസസ്സിൻ്റെ തിയറി മനസ്സിലാക്കാൻ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് കുട്ടികളെ. ഫോർ എക്സാമ്പിൾ നമ്മളൊരു എലിഫൻറ്റ് എന്ന് പറയുന്ന വേർഡ്, ഒരു പദം പഠിപ്പിക്കുകയാണ്. വെറുതെ എലിഫൻറ്റ് എന്ന വേർഡ് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രം നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയത്തില്ല. പിന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ വി ഗിവ് ഷോ സം പിക്ചേഴ്സ് ലൈക്ക് എലിഫൻറ്റിൻ്റെ ഒരു പിക്ചറും കൂടെ കാണിച്ചാൽ ഇങ്ങനെ ഇവ തമ്മിൽ കണ്ടീഷൻഡിന് വിധേയമാക്കി എടുക്കാൻ കഴിയും. ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ദ ലാംഗ്വേജ് ലേണിംഗ്. വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ ഹെൽപ്ഫുൾ ഇൻ റിമൂവൽ സൂപ്പർസ്റ്റിഷൻസ്. അതായത് കുട്ടികളിൽ നിന്നുള്ള ഒരു സൂപ്പർസ്റ്റിഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നു. ടീച്ചർ ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ കണ്ടീഷൻ മെത്തേഡ് ടു എലിമിനേറ്റ് സൂപ്പർസ്റ്റിഷൻസ്. കുട്ടികൾക്ക് ഉണ്ടായിരുന്ന കുറച്ച് ഒരു ഭയപ്പാടുണ്ടല്ലോ കുട്ടികൾ, അതാ പറയുന്നത്. സൂപ്പർസ്റ്റിഷൻ ഹിയർ മീൻസ് സം ഭയം. ടീച്ചർ ഹാസ് ടു ഡെവലപ്പ് ദ ഫെയ്ത്ത് ഇൻ ചിൽഡ്രൻ ടു ത്രോ കണ്ടീഷൻ ദാറ്റ് ഇസ് സച്ച് ടൈപ്പ് ഓഫ് സൂപ്പർസ്റ്റിഷൻ ഹാവ് നോ പ്ലേസ് ഇൻ റിയൽ. നമ്മുടെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ളൊരു പേടിക്കേണ്ട യാതൊരു കാരണവുമില്ല, ഒന്നിനോടും ഭയപ്പെടേണ്ട കാര്യമില്ല. അന്ന് ടീച്ചേഴ്സ് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി നമ്മുടെ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യും. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഹൗ ക്യാൻ വി ഇംപ്രൂവ് ദ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി ഇൻ യുവർ ക്ലാസ് റൂം. നമ്മുടെ ക്ലാസ് റൂം പശ്ചാത്തലത്തിൽ ഇത് കൊണ്ടുവന്നാൽ കുട്ടികൾ എന്തെല്ലാം നോളജ് അക്വിസിഷൻ ചെയ്തെടുക്കും. ദാറ്റ് ഈസ് ഓൺലി മോട്ടിവേറ്റ് ദ സ്റ്റുഡൻറ്റ്. ഇനി വി അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഇത് കുട്ടികളെ പരമാവധി നമ്മൾ മോട്ടിവേഷൻ ചെയ്യാൻ കഴിയുന്നു. സ്റ്റുഡൻറ്റ് ക്യാൻ മോട്ടിവേറ്റ് ടു ലേൺ ബൈ സ്റ്റഡി ദ ഹെൽപ്പ് ടു തിയറി. സ്റ്റുഡൻറ്റ് ഷുഡ് ഗീവ് റിവാർഡ് വിച്ച് ആർ, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന റിവാർഡും പണിഷ്മെൻറ്റും ഇസ് എ മോട്ടിവേഷൻ്റെ ഒരു ഭാഗമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ റിവാർഡ് കൊടുക്കുന്ന പാരിതോഷികം. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, അതിലൊത്തിരി താല്പര്യം പ്രകടിപ്പിക്കുക ഒരു പ്രവൃത്തി ചെയ്യുന്നതിന്. ഹെൽപ്ഫുൾ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം മീൻസ് പൊരുത്തപ്പെടുക ക്ലാസ്സിനോട്. ദ കണ്ടീഷൻ മെത്തേഡ് ഹെൽപ്പ് ചിൽഡ്രൻ ടു അഡ്ജസ്റ്റ് വേരി സ്റ്റെപ്പ് ഓഫ് ഇൻവോൾവ്മെൻറ്റ്. നമ്മുടെ ഒരു ക്ലാസ്സിൽ ഏതെല്ലാം പലതരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അഡ്ജസ്റ്റബിൾ ആക്കി എടുക്കാൻ കുട്ടികളെ നമുക്കിതിലൂടെ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇനി ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് വിച്ച് എക്സ്പീരിയൻസ് പ്രാക്ടീസ് റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ചസിൻ്റെ ബിഹേവിയർ, പൊട്ടൻഷ്യൽ ബിഹേവിയർ. കുട്ടികൾക്ക് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഓഫ് ബിഹേവിയറിൽ മാറ്റം വരുത്താൻ നമുക്കിന്ന് കഴിയുന്നു. പെർമനൻറ്റ് ചേഞ്ചസ്, റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ ഓഫ് പൊട്ടൻഷ്യൽ ബിഹേവിയർ ഓഫ് ദി സ്റ്റുഡൻസ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റം, അവരുടെ പെർമനൻറ്റ് എന്ന് വെച്ചാൽ അവരുടെ പരമാവധി പൊട്ടൻഷ്യാലിറ്റി നമുക്ക് പ്രകടിതമാക്കാൻ കുട്ടികൾക്ക് ഇതിലൂടെ എന്ത് ചെയ്യുന്നു, കഴിയുന്നു എന്ന് നമുക്കിതിൽ നിന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം. ദ പ്രോസസ് വിത്ത് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ അനുഭവത്തിലൂടെ നമ്മൾ പ്രാക്ടീസ് അല്ലെ, കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ആവർത്തന പരിശീലനത്തിലൂടെ പ്രാക്ടീസ് റിസൾട്ട് ഇൻ ദി റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ചസ് ഇൻ ബിഹേവിയർ എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവ രൂപീകരണം, ദാറ്റ് ഈസ് ദ ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ദാറ്റ് ഇൻവേരിയബിളി കോസസ് ആൻ ഓർഗൻസ് ടു റെസ്പോണ്ട് ഇൻ സ്പെസിഫിക് വേ. അതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. എന്താണ് ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്? ഇവിടെ തന്നെ നമുക്ക് അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് ഫുഡ്. സ്റ്റിമുലസ് ഏത് സ്റ്റിമുലസ്? ദാറ്റ് ഇൻവേരിയബിളി കോസസ് ഓർഗാനിസം ടു ഒരു ഓർഗാനിസത്തിന് റെസ്പോണ്ട് ചെയ്യാൻ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്ന പ്രേരക വസ്തുക്കളെയാണ് നമ്മൾ സ്റ്റിമുലസുകൾ എന്നറിയപ്പെടുന്നത്. നിങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് തോന്നുക, വാട്ട് യു മീൻ ബൈ ദി സ്റ്റിമുലസ് എന്ന് വെച്ചാൽ എന്താ
അല്ലെ, ഒരു ജീവിയെ പ്രതികരിക്കാൻ പ്രേരിതമാക്കുന്ന എന്താണോ. അൺകണ്ടീഷൻ റെസ്പോൺസ് എന്ന് പറയുന്ന അവരിൽ നിന്ന്, ആ ജീവിയിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണ റെസ്പോൺസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഓർഗാനിസം നെവർ അൺകണ്ടീഷൻഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുമ്പോഴത്തേക്കും അവനിൽ നിന്നുണ്ടാകുന്ന റെസ്പോൺസ്, അതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിലൂടെ അവനുണ്ടാകുന്ന റെസ്പോൺസാണ് അൺകണ്ടീഷൻ റെസ്പോൺസ്. Then, in classical conditions, the type of learning that which response naturally elicited by on stimulus comes to the elicited by the different formally naturalist. നമുക്ക് ഒരുപാട് നമ്മൾ ഈ പറയുന്ന സ്റ്റിമുലസുകൾ കൊടുത്ത് അവനിൽ നിന്ന് സ്വാഭാവികമായിട്ടുള്ള പ്രതികരണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. അത് നമ്മൾ പരമാവധി അവനെ പ്രേരിതരാക്കണം, എലിസിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ചെയ്തിട്ട് അവനിൽ നിന്ന് സ്വാഭാവിക പ്രതികരണം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ദാറ്റ് ഈസ് എ നാച്ചുറൽ സ്റ്റിമുലസ്. ഇറ്റ് ഈസ് എ ക്ലാസിക്കൽ കണ്ടീഷനിങ്. പിന്നെ ഇനി കണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻ റെസ്പോൺസുകളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഇതുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയൊരു ഭാഗം കൂടി ഉണ്ട് കുട്ടികളെ, ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ, സ്പോണ്ടേനിയസ് റിസ്കവറി. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ അർത്ഥമാക്കുന്ന ഡിക്രീസ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് സ്റ്റോപ്പിംഗ് ദ ലേൺഡ് റെസ്പോൺസ് ബിക്കോസ് ദ ഫെയിലുവർ ടു കണ്ടിന്യൂ വാരീസ് ഇൻ യുഎസ് ആൻഡ് അൺകണ്ടീഷൻ റെസ്പോൺസും കണ്ടീഷൻ റെസ്പോൺസും ആണ് കേട്ടോ, കണ്ടീഷൻ്റെ സ്റ്റിമുലസുമാണ്. അൺകണ്ടീഷൻ്റെ സ്റ്റിമുലസും കണ്ടീഷൻ്റെ സ്റ്റിമുലസ് ഓർ വിത്ത് ഹോൾഡിങ് ദ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ കുട്ടികളെ നമ്മളൊരു കാര്യം പഠിച്ചെടുത്തപ്പോൾ ഇവിടെ ആ പഠിച്ചെടുത്തിട്ട് കുറേ സമയത്തിന് ശേഷം നമ്മളത് പ്രയോഗിക്കാതിരുന്നാൽ എന്ത് ചെയ്യില്ല, അതുകൊണ്ട് അത് എന്ത് ചെയ്യും, വംശനാശം നേരിടും. ഇതാണ് എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ വംശനാശം. നമ്മൾ പ്രയോഗിക്കാതിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു പട്ടിയെ തന്നെ സലൈവ ഉണ്ടാക്കാൻ പഠിച്ചെടുത്തിട്ട് അവൻ ഏകദേശം പഠിച്ചിട്ട് പിന്നെ നമ്മൾ ആ പ്രവൃത്തി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ വംശനാശം നേരിടുക തന്നെ ചെയ്യും. ഡിക്രീസ്, അതായത് ആ ഒരു പ്രവൃത്തി കുറഞ്ഞു വരും അവനിൽ നിന്നും. മനസ്സിലാകുന്നില്ല? ഇതാണ് നമ്മളിവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ എക്സ്റ്റൻഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ കുട്ടികളെ. വേറൊന്നുമല്ല, നമ്മൾ ഒരു പ്രവൃത്തി തുടർന്ന് കൊണ്ടുപോകാൻ അവനെ തടഞ്ഞു നിൽക്കുവാണെങ്കിലോ ഫ്രീക്വൻസി സ്റ്റോപ്പിംഗ് ഓർ ലേണർ റെസ്പോൺസ് ബിക്കോസ് ദ ഫെയിലുവർ ടു കണ്ടിന്യൂ വാരീസ് ഓഫ് US ഓർ CS എന്ന് വെച്ചാൽ അതുകൊണ്ട്. അപ്പോൾ നമ്മളവിടെ USഉം CS എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് റെസ്പോൺസിൻ്റെ ഇടയിൽ നമ്മളൊരു തടസ്സം വരുവാണെങ്കിൽ അവൻ എന്ത് ചെയ്തില്ല, അവിടെ ഒരു വംശനാശം അവന് നേരിടും. ദാറ്റ് ഈസ് എക്സ്റ്റൻഷൻ. ഇടയ്ക്കിടയ്ക്ക് എല്ലാവർക്കും ഒത്തിരി ഡൗട്ട് അടിച്ച് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ എക്സ്റ്റൻഷൻ. ഇനി സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ സ്വതസിദ്ധമായിട്ട് നമ്മൾ വീണ്ടെടുക്കും. റീ അപ്പിയറൻസ് ഓഫ് ദി എക്സ്റ്റിങ്യൂഷ്ഡ് റെസ്പോൺസ് ആഫ്റ്റർ ദ പാസേജ് ഓഫ് ദ ടൈം എന്ന് വെച്ചാൽ എന്താ, കടന്നു പോയതിന് ശേഷം അതായത് ഒരു പ്രതികരണത്തിൻ്റെ സമയം, ഒരു പരിശീലനം ഇല്ലാതെ തന്നെ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ച കാര്യം പ്രത്യേക പരിശീലനം ഇല്ലെങ്കിൽ കൂടി നമ്മളത് എന്ത് ചെയ്യും, റിക്കവേർഡ്, നമ്മളതിന് വളരെ പെട്ടെന്ന് തന്നെ റിക്കവേർഡ് ചെയ്തെടുക്കും. ഇതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്നറിയപ്പെടുന്നത്. ഇനി സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് വെച്ചാൽ ജനറലൈസേഷൻ നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇവിടെ നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ബെല്ലടിച്ചിട്ട് അവനെ കൊണ്ട് സലൈവ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിങ് സിമിലർ ആയിട്ടുള്ള ഇങ്ങനെ വിവിധമായിട്ടുള്ള പ്രക്രിയകളുമായിട്ട് ബന്ധപ്പെടുത്തി അവൻ പഠിപ്പിക്കും. ദ ട്രാൻസ്ഫർ ഓഫ് ദ ലേണർ റെസ്പോൺസ് ഡിഫറൻറ്റ് ബട്ട് സിമിലർ സ്റ്റിമുലി, ഇതുപോലത്തുള്ള സിമിലർ ആയിട്ടുള്ള സ്റ്റിമുലീസുകൾ കൊടുത്ത് വിവിധ തലങ്ങളിൽ ജനറലൈസേഷൻ, ഒരു സാമാന്യവൽക്കരണത്തിൽ കൊണ്ടെത്തിക്കാൻ അവനെ കൊണ്ട്, അതായത് ഇത്തരത്തിലുള്ള സ്റ്റിമുലി കൊടുക്കുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യും ഏത് സാഹചര്യത്തിലും എന്ന് അവനെ കൊണ്ട് മനസ്സിലാക്കി എടുപ്പിക്കുന്നു. ഇനി സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ വിവച്ഛേദങ്ങൾ, ഡിസ്ക്രിമിനേഷൻ പവർ അവിടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അവർ ലേണിംഗ് ടു റെസ്പോണ്ട് ഓൺലി ഓൺ സ്റ്റിമുലസ് ആൻഡ് ഇൻഹിബിറ്റഡ് ഇൻ ദ റെസ്പോൺസ് ടു ഓൾ സ്റ്റിമുലസ്. അതായത് ഇത്തരത്തിലുള്ള എല്ലാ സ്റ്റിമുലസുകൾ കൊടുക്കുമ്പോഴും അതിനോട് ഞാൻ എന്ത് ചെയ്യുന്നു, പ്രതികരിക്കാൻ അവനെ കൊണ്ട് പഠിപ്പിക്കുന്നു. ജനറലൈസേഷൻ എന്ന് വെച്ചാൽ അവിടെ സാമാന്യവൽക്കരിക്കുക ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച ലാസ്റ്റ് കാരണം എന്ന് വെച്ചാൽ ഇത്രയാണ് കുട്ടികളെ, നമ്മൾ സ്റ്റിമുലസുകളെ സാമാന്യവൽക്കരിക്കുന്നു. അതായത് നമ്മൾ വ്യത്യസ്തമായും സാമാന്യമായിട്ടുള്ള വ്യത്യസ്തമായും അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളെ നമ്മൾ പഠിക്കുന്നു. അതായത് വിവിധങ്ങളായിട്ടുള്ള സ്റ്റിമുലസുകൾ കൊടുത്താലും വിവിധങ്ങളായി നമ്മൾ പ്രതികരിക്കാൻ പഠിക്കുന്നു. അതാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ. മനസ്സിലായി? ഇനി സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്താ പറയുന്നത്, ഒരു ഉത്തേജകത്തോട് മാത്രം പ്രതികരിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു സ്റ്റിമുലസിനോട് മാത്രം റെസ്പോൺസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ഏത് തരത്തിലുള്ള സ്റ്റിമുലസുകൾ നമുക്ക് തന്നാലും അതിനോടൊക്കെ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നു. ഇതിനാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ, അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കാൻ പഠിക്കുന്നു. മറ്റേത് ജനറലൈസേഷൻ ചെയ്യാൻ പഠിക്കുന്നു. ഈ പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇടയ്ക്കിടയ്ക്ക് എക്സ്റ്റൻഷൻ, സ്പോണ്ടേനിയസ് റിക്കവറി, സ്റ്റിമുലസ് ജനറലൈസേഷൻ, സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾ ക്ലാസിക്കൽ കണ്ടീഷൻ തിയറി ആയവാൻ പെട്രോവിച്ച് പാവ്ലോവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു. സോ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.